ഹായ് ഹലോ വെൽക്കം ടു TT അക്കാഡമി. UPSIയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു തുടങ്ങി. ഉടനെ തന്നെ LPSIയുടെ ഷോർട്ട് ലിസ്റ്റ് വരാൻ തുടങ്ങും. ഇതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും അതിനെ തുടർന്ന് ഇൻ്റർവ്യൂവും ആയിരിക്കും. അപ്പോൾ ഇനി അധികം നാളൊന്നും നമുക്ക് ഇൻ്റർവ്യൂവിനായിട്ട് പ്രിപ്പയർ ചെയ്യാനില്ല. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പ്രധാന ഘടകമാണ് കറണ്ട് അഫയേഴ്സ്. പ്രത്യേകിച്ച് ഇനി മുതലുള്ള കറണ്ട് അഫയേഴ്സ് വളരെയധികം നമ്മൾ പ്രാധാന്യത്തോടെ പഠിക്കണം. കാരണം അത് നമ്മളുടെ റാങ്ക് മേക്കിങ്ങിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാലന്റിയോർ പുരസ്കാരത്തെക്കുറിച്ച് വിശദമായി പഠിക്കുകയും അതിൻ്റെ ചരിത്രം, ഈ വർഷത്തെ അവാർഡ് ലഭിച്ചവരെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കുകയുമാണ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2024 63ാമത് ബാലന്റിയോർ പുരസ്കാരമാണ് നമ്മൾ നൽകിയത്. ഇതിൽ മികച്ച പുരുഷ താരമായിട്ട് റോഡ്രിയെയാണ് തിരഞ്ഞെടുത്തത്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയാണ് റോഡ്രി കളിക്കുന്നത്. ഇദ്ദേഹം സ്പാനിഷ് താരമാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യ ബാലന്റിയോർ പുരസ്കാരമാണ് ഈ വർഷം ലഭിച്ചത്. മികച്ച വനിതാ താരമായിട്ട് ഐറ്റാന ബോൺമാറ്റിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാഴ്സലോണയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം കളിക്കുന്നത്. സ്പെയിൻകാരിയാണ്. ഇദ്ദേഹത്തിന് 2ാം തവണയാണ് ഈ ബാലന്റിയോർ പുരസ്കാരം ലഭിക്കുന്നത്. ഇതിനു മുമ്പ് 2023 ലഭിച്ചത്. അപ്പം മികച്ച വനിതാ താരമായിട്ടും മികച്ച പുരുഷ താരമായിട്ടും ലഭിച്ചത് സ്പെയിൻകാർക്കാണെന്ന് നമ്മൾ ഓർത്തു വെക്കുക. നമുക്ക് ഓർക്കാനായിട്ട് എളുപ്പവും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മികച്ച ക്ലബ്ബായിട്ട് റയൽ മാഡ്രിഡിനെയും മികച്ച വനിതാ ക്ലബ്ബായിട്ട് ബാഴ്സലോണയെയുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം മികച്ച ക്ലബ്ബ് അല്ലെങ്കിൽ മികച്ച പുരുഷ ക്ലബ്ബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡും, അതുപോലെ തന്നെ മികച്ച വനിതാ ക്ലബ്ബ് എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ബാഴ്സലോണയും ആയിരിക്കും. മികച്ച പരിശീലകൻ ആയിട്ട് കാർലോ ആൻസലോട്ടിനെയും മികച്ച പരിശീലകയായിട്ട് എമ്മ ഹയസിനെയുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവർ റയൽ മാഡ്രിഡിനും US വനിതാ ടീമിൻ്റെയും പരിശീലകർ ആണ്. അതുപോലെ തന്നെ മികച്ച ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആരാണ് മികച്ച ഗോൾ കീപ്പർ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബാലന്റിയോർ പുരസ്കാരത്തിൽ മികച്ച ഗോൾ കീപ്പർ ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ എമിലിയാനോ മാർട്ടിനസിന് ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അതുപോലെ തന്നെ ടോപ്പ് സ്കോററായിട്ട് കിലിയൻ എംബാപ്പേനെയും ഹാരി കെയ്നെയുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് സ്കോർ നേടിയ 2 പേരാണുള്ളത്, കിലിയൻ എംബാപ്പെ ആൻഡ് ഹാരി കെയ്ൻ. ഈ വർഷം ഒരു ടീം ഈ ബാലന്റിയോർ പുരസ്കാര ചടങ്ങ് ബഹിഷ്കരിച്ചിട്ടുണ്ട്. അത് ഏത് ടീമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ടീമാണ് ഈ വർഷത്തെ ബാലന്റിയോർ പുരസ്കാരം ബഹിഷ്കരിച്ചത്. അപ്പം ഇത്രയുമാണ് ഈ വർഷത്തെ ബാലന്റിയോർ പുരസ്കാരത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട പ്രധാന അവാർഡുകൾ ലഭിച്ചവരും പ്രധാന ടീമുകളും എല്ലാം. അപ്പോൾ ഇനി നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കാം. കാരണം നമ്മളോട് ചോദിക്കുമ്പം ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഉത്തരം പറയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം, നിങ്ങൾക്ക് ഈ ബാലന്റിയോർ പുരസ്കാരത്തെക്കുറിച്ച് മറ്റെന്തൊക്കെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു വെക്കാൻ 1-2 സെൻറ്റൻസ് ഉള്ളത് വളരെ നല്ലതായിരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടല്ല, നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം എന്നൊരു തോന്നൽ അത് സൃഷ്ടിക്കും. അപ്പം നമുക്കിതിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കാം. 1956 ഫ്രാൻസ് ഫുട്ബോൾ എന്ന ഫ്രഞ്ച് മാസികയുടെ അമോറി ഗ്രൂപ്പാണ് മികച്ച കളിക്കാർക്കുള്ള ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഗോൾഡൻ ബോൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ബാലന്റിയോർ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഗോൾഡൻ ബോൾ. ഏറെക്കാലം യൂറോപ്പിലെ കളിക്കാരെ മാത്രമാണ് പുരസ്കാരത്തിന് പരിഗണിച്ചിരുന്നത്. 2010 മുതൽ 2015 വരെ ഫ്രാൻസ് ഫുട്ബോളും ഫിഫയും ഒരുമിച്ചാണ് ഫിഫ ബാലന്റിയോർ എന്ന പേരിലാണ് പുരസ്കാരം നൽകിയിരുന്നത്. അതിനുശേഷം വീണ്ടും 2 പുരസ്കാരമായി ഇത് വേർതിരിഞ്ഞു. ഇനി വുമൻ ബാലന്റിയോർ എന്ന് തൊട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 2018 ആണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. വുമൻ ബാലന്റിയോർ ഏർപ്പെടുത്തിയതിന് ശേഷം 2 പുരസ്കാരം നേടുന്ന ആദ്യ വനിത ഐറ്റാന ബോൺമാറ്റിയാണ്. അപ്പം നമ്മൾ തുടക്കത്തിൽ പഠിച്ചായിരുന്നു, ഈ ഐറ്റാന ബോൺമാറ്റിക്കാണ് ഈ വർഷത്തെ മികച്ച വനിതാ ഫുട്ബോളർക്കുള്ള അവാർഡ് ലഭിച്ചത്. അപ്പം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇതുപോലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതുകൂടാതെ നമുക്ക് LPUP ഇൻ്റർവ്യൂവിന് വളരെ സഹായകമാകുന്ന പല കറണ്ട് അഫെയർസും നമ്മൾ ഷോർട്സിൽ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾ അതും ചെക്ക് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.